ഞങ്ങളുടെ ഫാമിലിയിൽ കുറേ കാലത്തിന് ശേഷമുള്ളൊരു കല്യാണമാണ്. പിന്നെന്താ, അവളെൻ്റെ പെൺകുട്ടിയാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആക്ച്വലി ഞാൻ അബ്രോഡാണ്, പുറത്താണ്. മിസ്സിങ് ഒക്കെ കൂടി വരും, കാരണം ഇനി അവളൊരു വേറെ വീട്ടിലേക്ക് പോവാണ്. സോ എന്തായാലും മിസ് ചെയ്യും. എഴുത്തിയമ്മമാര് കുറച്ച് പേരുണ്ട് ഞങ്ങൾക്ക്. എന്ത് പ്രോഗ്രാം വന്നാലും എല്ലാത്തിനും ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങളുടെ അനിയന്റെ വെഡിങ് ആണ്. കാത്തിരുന്ന ഒരു മൊമെന്റ്സ് ആണ്. അവന്റെ ക്യാരക്ടർ പറഞ്ഞത് ഒരു സൈലന്റ് ആയൊരു ക്യാരക്ടറാണ്. അങ്ങനെ എല്ലാവരോടും ഉണ്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാനൊരു മടിയുള്ള ഒരാളാണ്. കൊടുക്കണേ പൂവ് അത് കുട്ടികൾക്ക് വരാൻ കഴിയും. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഏകദേശം ഒരു 1 ഇയർ ഗ്യാപ്പിന് ശേഷം ഞങ്ങള് കൂടുന്ന ഒരു കല്യാണമാണ്. അതെ, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രപ്പോസൽ വന്നത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ റിലേഷനിൽ വന്നതാണ്. പിന്നെന്താ, അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ നല്ലൊരു ഫാമിലി കിട്ടി. പിന്നെ വീട്ടില് അച്ഛൻ, അമ്മ അവരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ ആളുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ആൾ തീരെ സംസാരിക്കില്ല, ഒട്ടും സംസാരിക്കാത്തൊരു ക്യാരക്ടറാണ്. ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ എന്ന് പറയാം. അപ്പൊ ഞങ്ങളുടെ അനുവിനും രജീഷിനും ഹാപ്പി മാരീഡ് ലൈഫ്.
എന്തായാലും കരയും. അച്ഛനും അമ്മയും എന്തായാലും കരയും.